ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു സ്നാക്കാണ്, ചിക്കൻ റോൾ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കിത് ഇഫ്താറിനോ അല്ലെങ്കിൽ വൈകുന്നേരം സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാനോ ഒക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 200 ഗ്രാമിലും കുറച്ച് കുറവ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കനാണ്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ക്ലോസ് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ നമുക്ക് പിച്ചിയെടുത്താൽ മതി. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കുക. അതിനുവേണ്ടി ഒരു കടായി വെച്ച് അതിലേക്ക് 2-2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഞാനിവിടെ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് സവാള. അത് ഇതുപോലെ ചെറുതാക്കി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കുക. ഒന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായി വഴറ്റി കൊടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. മസാലയൊക്കെ മൂത്തതിന് ശേഷം നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ദോശ പ്രിപ്പയർ ചെയ്തെടുക്കണം. അതിലേക്ക് വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കട്ട പിടിക്കാതെ നല്ലൊരു ബാറ്ററായിരിക്കും കിട്ടുക. അപ്പോൾ ഇത് നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നമുക്കിത് ദോശ പോലെ കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് ഒരു തവി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് ഇത് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ടതിന് ശേഷം ഒന്നും കൂടെ കുക്ക് ചെയ്തതിന് ശേഷം അതെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റോള് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടി ആദ്യം തന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഈ ദോശയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല എടുത്ത് അതിലേക്ക് 2-3 ടീസ്പൂൺ മസാല ചേർത്ത് കൊടുക്കുക. മസാല ചേർത്തതിന് ശേഷം ഇതുപോലെ റോളാക്കി എടുക്കാം. ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം റോളാക്കി എടുക്കാം. ഇപ്പോൾ റോള് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ റോള് ഈ മുട്ടയിൽ ഒന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു കടായി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചതിന് ശേഷം ഇത് ചൂടായി വരുമ്പോൾ ഈ റോൾസ് ചേർത്ത് കൊടുക്കാം. ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്ത് കോരി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമ്മളുടെ ചിക്കൻ റോള് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. Don't forget to subscribe my channel. Thanks for watching. Bye.